ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ റിച്ചസ് കൊച്ചിക്കാരി എക്സൈറ്റി. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി എയറിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും നമ്മൾ എയറിൽ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോൾസൊക്കെ ഞാൻ നോർമലി എൻ്റെ ഒരു എന്താ പറയുക, ഒരു ജോക്ക് ലൈക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ പൊതുവേ കാണാറുള്ളത്. അതുവരെ ഇന്നലെ വരെ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ ഇന്നലെ രാത്രി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ അതൊരു ജോക്കായിട്ട് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നേരത്തെ ഷോറൂമിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് അവിടെ ഇപ്പം നിലവിൽ എൻ്റെ ഔദാര്യത്തിൽ കയറി വന്ന ഒരാൾ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട് ഗൈസ്, ഓപ്പണായിട്ട്. കാരണം ഏകദേശം 8 മാസം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. പറയണ്ടെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറിച്ചത് ആള് വീണ്ടും മറിച്ച് വീണ്ടും അതിനെ പറ്റിയിട്ട് ചിന്തിക്കുക, അതിനെ പറ്റിയിട്ട് പറയുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ ഇന്നും എൻ്റെ ലൈഫിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലോട് കൂടിയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും, എന്താണ് ആക്ച്വലി ആ ഒരു ഷോറൂമിൽ നടന്നിരിക്കുന്നതെന്നും. പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ ആ ഒരു ആള് പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ, ഐ മീൻ ആ ഒരു ട്രോൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഏതോ ഡ്യൂക്ക് കൊടുത്തിട്ട് പറ്റിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ. ഇതിനുള്ള എല്ലാ ക്ലാരിഫിക്കേഷനും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെ വലിച്ചേട്ടലൊന്നുമില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഏകദേശം ഒരു കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 8 മാസം മുമ്പാണ് ആക്ച്വലി ഞാൻ ആ ഒരു ഷോറൂം കമ്മിറ്റ്മെൻറ്റ് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഒരു 8 മാസം മുമ്പാണ്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം ജൂലൈയിലാണ് ഞാൻ ഇറങ്ങിപ്പോരുന്നത് ആ ഷോറൂമിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ കഥ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഈ ഒരു ഷോറൂമിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ ഒരു ഷോറൂം കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി എന്താണ് സ്വന്തമായിട്ട് വണ്ടികൾ എടുത്ത് പർച്ചേസ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ ബൈക്സൊക്കെയാണ്. അതൊരു കാറൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് സെയിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. എൻ്റെ കയ്യിൽ അത്ര വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്ന് പറഞ്ഞാൽ 2023 ആ ഒരു ടൈമിലുള്ള കാര്യം കൊണ്ട് പറയണം. അപ്പം ഈ വണ്ടികളൊക്കെ എടുത്ത് ഞാനപ്പോൾ ആ സമയം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു ഷോറൂം കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ഫസ്റ്റത്തെ കോൾ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു മെസ്സേജ് വരുന്നത് 2023 അപ്പോൾ ഞാൻ ആ ഒരു വർഷം എനിക്ക് മെസ്സേജ് വന്നെങ്കിൽ പോലും ഞാൻ ഞാനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഐ മീൻ വിളിച്ചിട്ട് എന്നെ കിട്ടിയില്ലായിരുന്നു, മെസ്സേജ് അയച്ചായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. എന്ന് പറഞ്ഞാൽ എൻ്റെ നേരത്തെ പാർട്ട്ണറിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ആളെന്നെ പലപ്പോഴും കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് എന്നെ കിട്ടുന്നു എന്നാൽ കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പല ആളുകളും വഴി കണക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടികളൊക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഈ ചേട്ടൻ്റെ നമ്പറാണ് ആ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ പുള്ളി ആ ചേട്ടനെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ കോൺടാക്ട് ചെയ്ത് പിന്നെ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിച്ചേക്കണമെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇവർ തമ്മിലാണ് പിന്നെ എന്താണ് ആ ഒരു ഷോറൂം അവിടെ പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഇവർ തമ്മിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് എനിക്ക് തോന്നുന്നു ഞാൻ കാശ്മീർ പോയിട്ട് തിരിച്ച് വരുന്ന ആ ഒരു ടൈം, തിരിച്ച് വന്നതിന് ശേഷമാണ് ആക്ച്വലി കാശ്മീർ പോയിട്ട് ഞാൻ തിരിച്ച് വന്ന സമയത്താണ്. അങ്ങനെ ഒരു മെയിൽ എന്തോട്ടേന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ ഷോറൂമിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ആ ഷോറൂമിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ മറ്റേ കട്ടയും കാര്യങ്ങളൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റേ നമ്മുടെ ബ്ലോക്ക് കട്ടകളില്ലേ, അങ്ങനത്തെ ആ സംഭവമൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാനത് അർച്ചീവ് ചെയ്തു, ബിക്കോസ് ആവശ്യമില്ലാതെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ അർച്ചീവ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെയുള്ള മിക്ക വീഡിയോസും ഞാൻ ഹൈഡ് ചെയ്ത് അർച്ചീവ് ചെയ്ത് ഞാൻ കളഞ്ഞായിരുന്നു. അപ്പോൾ എന്താണ് പിന്നെ അവിടെ എന്താണ് നമ്മൾ ഇടയ്ക്ക് ചേട്ടനായിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. പിന്നെ എന്താ അവിടെ സംഭവിച്ചേക്കണമെന്ന് എനിക്ക് ആക്ച്വലി അറിയാൻ പാടില്ല. എന്താണ് പുള്ളിക്ക് എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറുക്കനാണ്. അതെന്ന് പറഞ്ഞാൽ കുറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ കുറുക്കൻ. പക്ഷേ ബുദ്ധിയില്ല, ഒരുപാട് പൈസയുണ്ട്, പക്ഷേ അതെങ്ങനെ എന്താണ് പ്രയോഗിക്കണമെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ കുറേ ആൾബലവും പിന്നെ അതുപോലെ തന്നെ കുറേ പൈസയുടെ ബലത്തിലാണ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ പറഞ്ഞ പോലെ അവിടെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ എന്താണ് ആ ചേട്ടൻ അവിടെ നിന്ന് പോവുകയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് നമ്മളെ തമ്മിൽ തെറ്റിക്കുകയാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്തത്. അത് എനിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പുറത്തുനിന്ന് അത് അറിഞ്ഞായിരുന്നു. ബിക്കോസ് നമ്മളെ തമ്മിൽ തെറ്റിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ചേട്ടൻ അവിടെ നിന്ന് പോയി കുറേ അടിയിടിയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്കറിയാൻ പാടില്ല. പുള്ളിയായിട്ട് ഇനിയിപ്പോൾ ഒത്തുപോകാത്തതിൻ്റെ കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് ആ പുള്ളിയായിട്ട് എനിക്കൊരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ചേട്ടനായിട്ട് എനിക്ക് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ അവിടെ പോയിട്ട് വണ്ടികളൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടികൾ നമ്മൾ പാർക്ക് ആൻഡ് സെയിലിന് എടുത്ത വണ്ടികളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഒരു ഇത്ര പെർസെൻറ്റേജ് അവിടെ ആ ചേട്ടന് കൊടുക്കണം എന്നുള്ള ഇത് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചേട്ടൻ അവിടെ നിന്ന് ഷോറൂമിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മാസമാണ് ഞാൻ ആ ഷോറൂമിൽ നിന്നിരിക്കുന്നത്, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നലെ ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ വരുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ ആ വീഡിയോയിൽ ഞാൻ കേട്ടൊരു സംഭവം, കുറേ എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ പറയുന്നത് മൊത്തം മീൻസ് മൊത്തം കള്ളങ്ങളാണ്. അയാൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ പയ്യനെന്താണ് ജിതിനോ ആ ചെറുക്കന് അയച്ചു കൊടുത്തേക്കുന്നത്, എന്നാൽ ഈ ട്രോള് ചെയ്യാനായിട്ടുള്ള ചെറുക്കനെ അയച്ചു കൊടുത്തേക്കണം. അവൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവൻ അതെല്ലാം വിശ്വസിച്ചിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ മേ ബി അങ്ങനെ ഒരു വീഡിയോ അവൻ ഇറക്കിയത്. എന്തായാലും ഞാൻ ആ ബ്രോനോടൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും പറ്റുമെന്നുണ്ടെങ്കിൽ ഒരാളുടെ മാത്രം കേട്ടിട്ട് നമ്മൾ വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. രണ്ടുപേരുടെയും ഭാഗത്ത് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുക. അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഇന്നലെ ആ വോയിസിൽ അയച്ചിരിക്കുന്ന ആള് എൻ്റെ ഔദാര്യത്തിൽ ഇപ്പം ആ നിലവിൽ ആ ഷോറൂമിൽ കയറി വന്ന ഒരാളാണ്. ഇയാൾ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. കാണുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കണ്ട, എനിക്ക് ഇയാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് മാർച്ച് 31 2024 ആ ടൈമിലാണ് എനിക്ക് ഇയാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആസിഫ് എന്നാണ് പുള്ളിയുടെ പേര്. അതെന്ന് പറഞ്ഞാൽ ഞാൻ കാശ്മീർ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ ഒരു മന്ത് എൻ്റാണ് ഇയാൾ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മെസ്സേജ് അയച്ചേക്കണം എന്ന് പറഞ്ഞാൽ ഹായ് അയച്ചിട്ട് അയാളുടെ ഒരു ഫോർച്യൂണർ കണ്ടില്ലേ, ഫോർച്യൂണർ സെയിലിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആദ്യം ഇയാൾ ആദ്യം എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഞാൻ ആരാന്ന് ഞാൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അയാൾ അയച്ചിരിക്കുന്ന വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാവേ. കാക്കനാടുള്ളതാണ്. എനിക്ക് ഇതുപോലെ വണ്ടിയുടെ പരിപാടി ഉണ്ട് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാക്കി. ഇതുപോലെ ഫോർച്യൂണർ പ്രീമിയം വണ്ടികളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അയക്കാൻ പറഞ്ഞിട്ട് അതിൽ ഒരു വണ്ടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിൻ്റെ അകത്തെ കാറ്റലോഗിൽ നോക്കി അറിയാം ബാക്കി എല്ലാ വണ്ടികളും അതിൻ്റെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. നമ്മുടെ ഈ പറയുന്ന പോലെ നല്ല ക്വാളിറ്റിയുള്ള ലോ കിലോമീറ്റർ വണ്ടികളാണ് എല്ലാം കിടക്കുന്നത്. എൻ്റെ പൊന്നു ഗൈസ്, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാമല്ലോ, ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികളാണ്. ഞാൻ സീരിയസ്ലി ഞാൻ പറയാം. ഇതാണ് അയാൾ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന വോയിസ് ഇട്ട്. അത് കഴിഞ്ഞിട്ട് ഇയാൾക്കിടെ കയ്യിലൊരു BMW കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയാൾ ഇങ്ങോട്ടാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഹായ് ബ്രോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യെസ് വി ആർ ഡൂയിങ് ലോ കിലോമീറ്റർ ഗുഡ് ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇട്ടുതരാവേ. ലോ കിലോമീറ്റർ ഗുഡ് ക്വാളിറ്റി ഡൽഹി കാസ് ക്യാൻ ഐ കോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ അവരുടെ ഒരു ക്വാളിറ്റി ഉള്ള ഡൽഹി വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇതുപോലത്തെ സ്ക്രാപ്പ് വണ്ടികൾ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ ആ ഷോറൂമിൽ ചെന്നപ്പോഴാണ് അതർ സ്റ്റേറ്റ് വണ്ടികൾ ഇത്രയും എന്താ പറയുക സ്ക്രാപ്പ് കണ്ടീഷനുള്ള വണ്ടികൾ കിട്ടും എന്നുള്ള അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ എൻ്റെ അടുത്ത് പറയുന്നത് ലോ കിലോമീറ്റർ വണ്ടികളാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ. അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അയച്ചേക്കുന്ന മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ട്. ഫ്രീ ആവുമ്പോൾ നിങ്ങളൊന്ന് വിളിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ കുറെ വണ്ടി കിടപ്പുണ്ടോ, അതെങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ കാക്കനാടാണുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടാകും. മെസ്സേജ് എത്ര പറ്റും ടൈപ്പ് ചെയ്ത്. ഇല്ല, നമ്മളെപ്പോലെ ചെറിയ തോതിൽ ഡൽഹിയിൽ നിന്ന് ഹരിയാനയിൽ നിന്നൊക്കെ വണ്ടികൾ എടുത്ത് നാട്ടിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതനുസരിച്ച് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് ക്വാളിറ്റി വണ്ടികൾ ലോ കിലോമീറ്റർ വണ്ടികൾ നമ്മുടെ കിടപ്പുണ്ട്. BMW കിടപ്പുണ്ട്, ഇപ്പോഴേക്ക് ഫോർച്യൂണർ കിടപ്പുണ്ട്, ഒരു 3 ഇന്നോവ കിടപ്പുണ്ട്, അങ്ങനെ കുറേ വണ്ടികൾ കിടപ്പുണ്ട് നമ്മുടെ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനെ കൊണ്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. ക്വാളിറ്റി എന്ന് പറയുമ്പോഴല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വരുന്നത്. ആക്ച്വലി ഈ ഒരു എന്താണ് ഇതിപ്പോൾ ഞാനിവിടെ
നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നപ്പോഴത്തേക്കും ഓക്കെ ബ്രോ ഞാൻ പെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാൾക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എത്ര രൂപയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്നേരം ആ ടൈമിൽ ഞാൻ പെർ റെയിലിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ 12,000 റുപ്പീസാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചേക്കണം പാർക്ക് ആൻഡ് സെയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇയാൾ ഏപ്രിൽ 28 2024 എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അതിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് പിറ്റേ ദിവസം ഏപ്രിൽ 29 യെസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഓൾറെഡി നമ്മുടെ നേരത്തെ ആ ഒരു ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ വണ്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ ഡീലർമാർ വന്നു കഴിഞ്ഞാൽ ഡീലർമാരുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണ്, അവർ കൊണ്ടുവന്നിരുന്ന വണ്ടികൾ നമ്മൾ കച്ചവടം ചെയ്ത് കൊടുക്കുന്നു, നമുക്ക് ഇത്ര % കമ്മീഷൻ എന്നുള്ള ഇതിലാണ് നമ്മൾ സാധാരണ വണ്ടികൾ ഡീലർഷിപ്പിൽ ഇപ്പോൾ ഡീലർമാർ കൊണ്ടുവന്ന് വണ്ടി ഇടുമ്പോഴത്തേക്ക് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പൊതുവേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. അങ്ങനെ ഞാൻ എമൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. 3% എനിക്ക് കമ്മീഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞേട്ടാ. ഉള്ളത് ഞാൻ പറയാം, 3% കമ്മീഷൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഈ 30% എന്നൊക്കെ മറ്റേ ചെറുക്കനെന്നാണൊക്കെ പറയുന്നത് ചുമ്മാട്ട് വെറുതെ കുറെ എന്തൊക്കെയോ തള്ളു പറഞ്ഞിറക്കുന്നുണ്ട്. 3% കമ്മീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അതർ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചവിട്ടി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് വണ്ടികൾ നമുക്ക് അതർ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് 3% കമ്മീഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ചേട്ടൻ നിൽക്കാതെ ഒരു ദിവസം നമ്മളിവരെ ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഉള്ളവണ്ട വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർച്യൂണർ, BM, കൊറോള ആൾട്ടിസ്, ദെൻ ഈ പറഞ്ഞ പോലെ ഇന്നോവ, ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിട്ട് ഇവർ ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോറൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ നിന്ന ചേട്ടന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഡീലർമാരെ ഷോറൂമിൽ കയറ്റിയിട്ട് കച്ചവടം ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഒരാളെ പോലെ അവിടെ നിർത്തേണ്ട, എല്ലാവരും പറഞ്ഞു വിട്ടോളാം പറഞ്ഞു. അങ്ങനെ അന്ന് അവർ പോയി. അപ്പം എനിക്കത് അവിടെ നിന്ന് അവരങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ എനിക്കത് പേഴ്സണലി നല്ല ബുദ്ധിമുട്ടുണ്ടായി. സീരിയസ്ലി ഞാൻ പറയല്ലോ, നമ്മളൊരു മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അവരെ പറഞ്ഞ് വിടണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി എനിക്കൊരു സഹതാപം തോന്നി. അങ്ങനെ അതെനിക്ക് അന്ന് അങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഈ ചേട്ടൻ ഷോറൂമിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാനാണ് പിന്നെ ഷോറൂമും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ പാർട്ട്ണർ ഇവിടെ ഇല്ല, അയാൾ അബ്രോഡുള്ള ആളാണ്. അപ്പോൾ നമ്മളാണിത് നോക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നേരത്തെ ആ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന പോലെ ഇവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. നമ്മൾക്ക് അവരെ തിരിച്ച് വിളിച്ചിട്ട് നമുക്ക് ഇത്ര % കമ്മീഷൻ പറഞ്ഞിട്ട് നമുക്ക് അവിടെ വണ്ടികൾ നമുക്ക് കച്ചവടം ചെയ്യാം. അപ്പോൾ നമുക്കും പ്രോഫിറ്റാണ്, വണ്ടികൾ സെയിലായി കഴിഞ്ഞാൽ അവർക്കും പ്രോഫിറ്റ് ആണല്ലോ, അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇയാളെ നമ്മൾ ഷോറൂമിലേക്ക് വിളിച്ച് വരുത്തി. അങ്ങനെ ആദ്യത്തെ ദിവസമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പോൾ ആക്ച്വലി നമ്മൾ കറക്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോറൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനല്ല, അവർ നേരത്തെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോപ്പർ ഒരു സിസ്റ്റമാറ്റിക്കലല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിയെ നമ്മൾ ഷോറൂമിലേക്ക് വിളിച്ച് പുള്ളി ഷോറൂമിലേക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ഈ വണ്ടികൾ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ പുള്ളിയുടെ വീട് കാക്കനാടാണ്, നമ്മൾ അവിടെ പോയി നേരിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ചെന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമം തോന്നിയിട്ട് പേഴ്സണലി ഞാൻ പറയില്ല, എനിക്ക് നല്ല സങ്കടം തോന്നിയായിരുന്നു. കാരണം ആളുടെ വീടും ആൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സ് അങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഞാൻ ആലോചിച്ചു അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയാണ് പിന്നെ ഷോറൂമിലേക്ക് വിളിച്ചിട്ട് നമുക്ക് ഇന്ന പോലെ വണ്ടികളോടെ പാർക്ക് ആൻഡ് സെയിൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ അയാളും രക്ഷപ്പെടും, കാരണം ഞാൻ രക്ഷപ്പെടുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ഈ പുള്ളി നമ്മുടെ ഷോറൂമിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ആദ്യത്തെ ദിവസമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിട്ട് പോയി. രണ്ടാമത്തെ ദിവസം മുതൽ ഓരോ ആൾക്കാർ ഷോറൂമിലേക്ക് കയറി വരാനായിട്ട് തുടങ്ങി. ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ അടുത്താണെങ്കിൽ ഇവർ പറയുന്നില്ല ഇത് ആരൊക്കെയാണ്. കാരണം ഇവരോട് ചോദിക്കുമ്പോഴത്തേക്കും ഇവർ പറയുന്നത് നമുക്ക് വണ്ടികൾ എടുത്തു തരുന്നതാണ്, ഇവരുടെ പറഞ്ഞാൽ ഈ വണ്ടികൾ എടുക്കുന്നത് ഇവരുടെ പൈസ കൊണ്ടിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോറൂമിൽ നമുക്ക് 4 സൈഡിലും എന്നാൽ ഫ്രണ്ടിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നു. പിന്നെ ബാക്ക് സൈഡിൽ മറ്റേ നമ്മുടെ
ഷീറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ബാക്കിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ ഓഫീസിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു 4 ക്യാമറയാണ് കറക്റ്റ്ലി പറഞ്ഞാൽ 4 ക്യാമറയും 3 ക്യാമറയും തൊട്ടാണ് ഓൾമോസ്റ്റ് അവിടെ ഉള്ളത്. സോറി, യെസ്, 4-3 ക്യാമറയാണ് ഓൾമോസ്റ്റ് അവിടെ ഉള്ളത്. അപ്പം ഇവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാർട്ണർ ആ സമയത്ത് അബ്രോഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓഫീസിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു സ്പേസും കൂടെ ഉണ്ട്. ഈ പുള്ളി നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു സ്പേസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് പുള്ളി മിക്കപ്പോഴും പൊക്കത്ത് തന്നെ ഇരിക്കുക. ഇടയ്ക്ക് മാത്രമാണ് താഴത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ വരുമ്പോഴത്തേക്കും പോയി മീറ്റ് ചെയ്യുന്നതൊക്കെ ഈ മുകളിൽ പോയിട്ടാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. അവരവിടെ പോയിട്ട് എന്താ സംസാരിക്കുന്നത്, എന്താ അവിടെ നടക്കുന്നത്, ഇവരുടെ കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഞാനൊന്നും അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ണറോട് ഞാൻ ചോദിക്കുന്നത് എന്താണ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യും എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ ഒന്നും എൻ്റെ അടുത്ത് വിട്ട് പറയുന്നില്ല എൻ്റെ പാർട്ണർ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇവർ എന്തോ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഓരോ ദിവസവും ഓരോരോ വേറെ ആൾക്കാരാണ് വന്ന് പോകുന്നത് ഷോറൂമിൽ. എനിക്കറിയാൻ പാടില്ല ഇത് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇത് കഴിഞ്ഞ് ഇവരുടെ ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ആക്ച്വലി വന്നു കഴിഞ്ഞിട്ട് ഇവർ ഡിസ്കസ് ചെയ്ത ഇവർ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് താഴത്ത് ഓഫീസിൽ വരുമ്പോഴത്തേക്കും ഇവർ പറയുന്ന അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ആദ്യം ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് തരും. ഞാൻ പഠിച്ചൊരു കാര്യം വെച്ചിട്ട് ഞാൻ പറയുന്നത് ആദ്യം നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് തരും. അത് കഴിയുമ്പോഴത്തേക്കാണ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എന്താ പറയുക കള്ളി വെളിച്ചത്താവെന്ന് പറയത്തില്ലേ, ലൈക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കായി. അപ്പോൾ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷോറൂമിലേക്ക് വരാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ചേട്ടാ വണ്ടി എന്തെങ്കിലും സെയിലാവാണ് അല്ലെങ്കിൽ സെയിലിലേക്ക് കൺവേർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് പറയാം, ഏത് നേരവും ഷോറൂമിലേക്ക് വരണമെന്നില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ശരിയാവും, എൻ്റെ വണ്ടി ഇത്രയും ഇവിടെ ഇരിക്കുന്നില്ലേ, ഇത്രയും ഇവിടെ കിടക്കുന്നില്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഷോറൂമിൽ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ ചിലപ്പോൾ ഞാൻ വരാറുണ്ട്. അപ്പം ഇവർ തന്നെയാണ് കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്നത്. ലൈക്ക് എന്താ പറയുക, നമ്മളിരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ തന്നെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഡീലർമാർ കയറിയിരിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം എന്നിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. കാരണം കസ്റ്റമർ വരുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ പോലും ഞാനിരിക്കുന്ന ചെയറിൽ കയറി നിന്ന് ഭയങ്കര ഒരു റോള് കളിച്ചിട്ടൊക്കെയാണ് ആക്ച്വലി പുള്ളി കസ്റ്റമറെ ഡീൽ ചെയ്യുന്നത്. ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവ് ക്യാമറയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇയാൾ അങ്ങനെയൊക്കെ ഇരുന്നാണ് കസ്റ്റമറെ ഡീൽ ചെയ്യുന്നതൊക്കെ. അപ്പം അതെന്തേലും ആവട്ടെ, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പലതും വിട്ട് കളഞ്ഞത്, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എൻ്റെ 2 പിള്ളേർ, എൻ്റെ 2 ഫ്രണ്ട്സിനെ അവരവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ വർക്കിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. വരുന്ന കസ്റ്റമറെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് പോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് അവർക്ക് പോലും സാലറി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോഴത്തേക്കും ഈക്വൽ ഷെയർ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ട്ണർ എൻ്റെ സ്റ്റാഫിനൊന്നും പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, സാലറിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ എൻ്റെ കയ്യിൽ പൈസയാണ് ഞാൻ അവർക്ക് സാലറി ആയിട്ട് കൊടുത്തതൊക്കെ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഏകദേശം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ശരിക്കും നടക്കണേ എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ ഒരു മാസം നടന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു ഇനോവ, പിന്നെ BM, ഫോർച്യൂണർ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എന്നെക്കൊണ്ട് വാല്യുവേഷൻ ചെയ്യിപ്പിക്കാനായിട്ട് അവരെന്നെക്കൊണ്ട് സമ്മതിക്കുകയില്ലായിരുന്നു. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യുവേഷൻ ചെയ്യാത്ത എനിക്കറിയാൻ പാടില്ല. ഈ പറഞ്ഞ ഒരു ഉടായ്പ കാര്യങ്ങൾ വല്ലതും പുറത്തേക്ക് ആകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ വാല്യുവേഷന് വേണ്ടിയിട്ട് ഞാൻ വണ്ടികൾ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും അവർ അപ്പം തന്നെ എൻ്റെ പാർട്ട്ണറിനെ വിളിച്ച് പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ബിക്കോസ് വാല്യുവേഷന് വേണ്ടിയിട്ട് എനിക്കൊരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി സൺഡേ സാറ്റർഡേസാണ് വരുന്നത്. പിന്നെ ഇട ദിവസം ചിലപ്പോൾ പുള്ളി വരും, കാരണം പുള്ളി വർക്ക് ചെയ്യുന്ന കണ്ണൂരാണ്. അപ്പം എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു വാല്യുവേഷൻ ടീമായിരുന്നു അയാൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പുള്ളീൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടികളൊക്കെ വാല്യുവേഷൻ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇയാൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ വണ്ടികൾ ഞാൻ വാല്യുവേഷൻ ചെയ്യാൻ കൊണ്ടുപോകുന്നത് ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷോറൂമിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഏത് വണ്ടി കയറിയാലും അതിൻ്റെ A to Z കാര്യങ്ങൾ എനിക്കറിയണം, എനിക്ക് പറഞ്ഞു തരണം എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും, ഇപ്പം ആ നിലവിൽ ആ ഷോറൂമിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും വണ്ടിയുടെ A to Z കാര്യങ്ങൾ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എനിക്കത് എന്താണ്, നമ്മൾക്ക് അവരോട് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായ പല കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ നമ്മളൊന്നും അറിയാത്ത പോലെ നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. കാരണം ഇവരെന്തൊക്കെയാണ് പറയണത്, എന്തൊക്കെയാണ് കാണിക്കണേ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതിയും, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കാണിക്കട്ടെ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടുതലും ഞാൻ മിണ്ടാതിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് എൻ്റെ പാർട്ണർ, അതായത് ഞാനും എൻ്റെ പാർട്ണറും തമ്മിൽ ചെറിയൊരു എന്താ പറയുക, ഒരു സ്വരച്ചേർച്ച വരുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ ഷോറൂം എന്താണ് എൻ്റെ പേരിലേക്ക് ആക്കാൻ പോയ ഷോറൂം. ഐ മീൻ നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ, രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ വിത്ത് കൊച്ചിക്കാരി അല്ലെങ്കിൽ റിച്ചോസ് കൊച്ചിക്കാരി എച്ചായിട്ടുള്ളൊരു പേരിലേക്ക് നമ്മൾ മാറ്റാനായിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് ആകാൻ പോകുന്ന സമയത്താണ് ഈ ഡീലർ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ പേരും കൂടെ അതിൻ്റെ സൈഡിൽ വെക്കണമെന്ന്. എന്നാൽ മൈ ഡ്രൈവോ കാർ ഡ്രൈവോ അങ്ങനെ എന്തോട്ടെ എനിക്കറിയാൻ പാടില്ല അവരുടെ പേരെന്താണ്, ഇത് വെക്കണം, ഈ ഒരു പേരും കൂടെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ പുള്ളി എവിടം വരെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നെ അത് മാത്രമല്ല ക്യാമറയുടെ ആക്സസും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് ഒരു ഡീലർ വന്നിട്ട് ഈ ക്യാമറയുടെ ആക്സസ് ചോദിക്കേണ്ട ഒരു കാര്യം ആക്ച്വലി അവിടെ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇയാൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കാറ്, പ്രീമിയം കാർ അവിടെ കിടക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് അതിൻ്റെ ആക്സസ് വേണം എന്നുള്ള രീതി. അപ്പം ഞാൻ നോർമലി ആലോചിച്ചു, എൻ്റെ പ്രീമിയം ഞാൻ പാർക്ക് ആൻഡ് സെയിലിന് പോലും കൊണ്ടുവന്നിട്ടേക്കുന്ന BM ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനാണ് ഇയാൾക്ക് അതിൻ്റെ ക്യാമറയുടെ ആക്സസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാനതിൻ്റെ പാർട്ണറോട് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളിയുടെ സൈഡായി, കംപ്ലീറ്റ് പുള്ളിയുടെ സൈഡായി, അവരെ സപ്പോർട്ട് ചെയ്യലായി. പിന്നെ എനിക്ക് മടുത്തു തുടങ്ങി ഗൈസ്. എനിക്ക് മനസ്സിലായി, കാരണം ഇതെൻ്റെ കയ്യിലൊന്നും നിൽക്കില്ല. കാരണം ഇവരുടെ പ്ലാനും ഇവരുടെ എന്താ പറയുക റോളിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മണി കുറേ പൈസ ഉണ്ട്. അത് എങ്ങനെ റോൾ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അവരുടെ അവിടുത്തെ കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും ഇല്ല. എനിക്കിങ്ങനെ ആൾക്കാരെ പറ്റിച്ച് തിന്നണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ആക്സിഡൻ്റ് ആയ വണ്ടികൾ ആക്സിഡൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കച്ചവടം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ അവിടെ ആ ഷോറൂമിൽ വണ്ടികളൊക്കെ കയറി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് കണ്ണൂരിൽ നിന്ന് എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവരുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ഒരു സോണറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ ബ്രദറിന് കുറച്ച് കാലിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടിട്ട് ഇവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് അകത്തേക്ക് ഒരു സീറ്റ് ഉണ്ട്, ആ സീറ്റിലാണ് ഈ ചേട്ടനെ എടുത്തിട്ട് കാറിൻ്റെ അകത്തേക്ക് ഇരുത്തുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഡോറ് പകുതി മാത്രം തുറന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കയറ്റി ഇരുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വലിയൊരു വണ്ടി നോക്കണം എന്നുള്ളൊരു കൺസേണിലാണ് ഈ കസ്റ്റമർ നമ്മുടെ ഷോറൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഓൾറെഡി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പറയണമല്ലോ. ഓൾറെഡി ഈ കസ്റ്റമർ നമ്മുടെ സഫാരി കാസിലൊക്കെ പോയിട്ട് വണ്ടി നോക്കിയിട്ട് അവർക്കെന്തോ അവിടെ നിന്ന് എനിക്കറിയാൻ പാടില്ല, എന്തോ സാറ്റിസ്ഫൈഡ് ആയില്ലെന്നോ ഇഷ്ടപ്പെട്ടില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോറൂമിൽ ഇല്ലാത്ത സമയത്താണ് ഈ കസ്റ്റമർ വന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചേക്കാണ്. പിന്നെ പിറ്റേ ദിവസമാണ് ഇവരെന്നെ കാണാനായിട്ട് വീണ്ടും കസ്റ്റമർ ഷോറൂമിൽ വരുന്നത്. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞത്, ഇതേപോലെ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്കത് എന്തോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അങ്ങനെ എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നേരെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എടുക്കണം എന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഫിനാൻസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഡീലർ ഇയാൾ തന്നെയാണ് എല്ലാം ചെയ്തു കൊടുത്തത്. പിന്നെ ഫണ്ട് മേടിച്ചതും പിന്നെ KLലേക്ക് അങ്ങനെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അവർ തന്നെയാണ് നോക്കിയേക്കുന്നത്. ഈ വണ്ടി ക്രിസ്റ്റയാണ് കൊടുത്തത്. ഈ ക്രിസ്റ്റ ഞാൻ ഓടിച്ചു പോലും നോക്കിയിട്ടില്ല കേസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്നെ കൊണ്ട് വാല്യൂഷൻ പോലും ചെയ്യിപ്പിക്കാനായിട്ട് അവർ സമ്മതിച്ചില്ലായിരുന്നു. ആ ക്രിസ്റ്റ ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല. അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അത് എന്നെ കൊണ്ട് സമ്മതിച്ചില്ലായിരുന്നു. അതാണ് സംഭവം. ഞാൻ വാല്യൂഷൻ ചെയ്യാനായിട്ട് പോയ സമയത്ത് എൻ്റെ പാർട്ണറും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ അത് അവർ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടാണ് ആ വണ്ടി അവർ ഇവിടെ കൊണ്ടുവന്നേക്കണെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഇവർ തന്നെയാണ് ഈ ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, എന്നാൽ പിന്നെ നീ എന്തിനാണ് അങ്ങനെ ചെയ്ത്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഇവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതൊക്കെ. വാല്യൂഷൻ ചെയ്യാൻ പോലും എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ
വണ്ടി കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തു. അങ്ങനെ എന്താണ് ഡെലിവറി ചെയ്തു കഴിഞ്ഞ് എനിക്കൊന്ന് കുറച്ച് ദിവസം കൂടെ മാത്രമേ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ഷോറൂമിൽ. കാരണം എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല 8ന്റെ പണി എനിക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഈ മണി റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് അല്ല ബ്ലാക്ക് ആണ് അവിടെ കിടന്ന് തിരിയണേന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് അവിടെ നിന്നപ്പോൾ മാത്രമല്ല കേട്ടോ, പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു. പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് പറയാനായിട്ട് തുടങ്ങി, നോക്കി കണ്ടൊക്കെ നിൽക്കണോട്ടാണ്. ഇത് കൂടാതെ നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ കൂട്ടുകാരന്മാർ അവിടെ നിന്ന്, സ്റ്റാഫ് എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ വരാം. നമ്മുടെ പിള്ളേർ അവിടെ നിന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് ഒരാൾ വന്നിട്ട് ഇന്ന പോലെ പിള്ളേർ അവിടെ നിൽക്കണതാണ്, ഷോറൂമിൽ നിൽക്കണതാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇന്ന ആൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ, അവൻ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നിങ്ങൾ സൂക്ഷിക്കണം, അവൻ വൻ ഫ്രോഡാണ് കേട്ടാന്ന് പിള്ളേരുടെ അടുത്ത് വന്ന് പറഞ്ഞു. പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട് അത് പറഞ്ഞ് ഇന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കണോട്ടാന്ന് പറഞ്ഞു. ഞാനിത് നേരെ പോയിട്ട് എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് പറഞ്ഞു. ബിക്കോസ് നമ്മളൊരു പാർട്ട്ണർ എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പോയിട്ട് എൻ്റെ പാർട്ട്ണറോട് ഞാൻ പറഞ്ഞു. പാർട്ട്ണറോട് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല, അത് നമുക്ക് നോക്കാം, അങ്ങനെയൊന്നുമില്ല, അവൻ നല്ലൊരാളാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും കാണിക്കട്ടെ, എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കല്ലോ ഞാൻ മിണ്ടിയില്ല. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഈ ഇനോവ ക്രിസ്റ്റ അവിടെ നിന്ന് ഞാനാണ് കീ ഹാൻഡ് ഓവർ ചെയ്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇപ്പം ആ വോയിസിൽ അയാൾ പറയുന്നുണ്ട് 4 ലക്ഷം രൂപ ഞാൻ അവരുടെ നിന്ന് പറ്റിച്ചു എന്നുള്ളത്. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയില്ല, അവിടെ നിന്ന് ഒരൊറ്റ പൈസ ഞാൻ മേടിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ പാർട്ണറായിട്ട് എനിക്ക് കുറച്ച് പൈസ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തായിരുന്നു. അതിൻ്റെ കഥ ഞാൻ നിങ്ങളോട് പറയാവേ. അപ്പോൾ എന്താണ് ഈ 4 ലക്ഷം രൂപ മേടിച്ചു എന്നൊക്കെ പറയാം. അവരുടെ നിന്ന് ഞാനൊരു ചില്ലി പൈസ ഞാൻ ഈ ഡീലറിൻ്റെ നിന്ന് പോലും ഞാൻ മേടിച്ചിട്ടില്ല. ഒരു 30,000 രൂപ എന്ന് പറഞ്ഞാൽ 50,000 രൂപ കമ്മീഷൻ കിട്ടേണ്ട സ്ഥാനത്ത് എനിക്ക് ആകെ കിട്ടിയത് 30,000 രൂപ. അതിൽ 30,000 രൂപയിൽ എനിക്ക് എൻ്റെ പാർട്ണറിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ നേരെ അങ്ങോട്ടാണ് ഞാൻ കൊടുത്തത്. അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ, അത് വേറെ കാര്യം കേട്ടോ. പിന്നെ ഇത് കൂടാതെ ആ വണ്ടിയുടെ അകത്തുനിന്ന് എന്തോ പൊടി കിട്ടിയെന്നോ സീഡ് കിട്ടിയെന്നോ സ്റ്റഫ് കിട്ടിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ആ വണ്ടി ഞാൻ വാല്യുവേഷൻ ചെയ്തിട്ടില്ല, ആ വണ്ടി ഞാൻ ഓടിച്ച് നോക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ഇതിൽ പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കസ്റ്റമർ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയതിന് ശേഷം, ഞാൻ ആ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് എന്നെ ഈ കസ്റ്റമർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന പോലെ ഗിയർ ഇട്ടിട്ട് വീഴുന്നില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ആദ്യം എന്നെ ഈ കസ്റ്റമർ എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്തോന്നും തോന്നുന്നുണ്ട്, എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ എന്തോട്ടാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്തോന്നും മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ആദ്യം അത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് വിഷയം. അത് കഴിഞ്ഞിട്ട് ഈ കസ്റ്റമർ നേരെ നമ്മുടെ ടൊയോട്ടോയുടെ ഷോറൂമിൽ എന്തോ കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഞാൻ പറഞ്ഞില്ലേ കള്ളി വെളിച്ചത്തായി എന്ന് പറയത്തില്ലേ, വണ്ടിയുടെ ചേസ് വെൽഡ് ചെയ്ത് വെച്ചേക്കണതാണ്. എന്ന് പറഞ്ഞാൽ ഇനോവ ക്രിസ്റ്റയുടെ ചേസ് വെൽഡ് ചെയ്ത് വെച്ചേക്കണതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ എൻ്റെ പൊന്നോ. ഞാൻ ആ കാര്യം എന്നിട്ട് ഇവരെന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബ്രോ ഞാനിപ്പോൾ അവിടെ ഇല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, എനിക്കിപ്പോൾ അവരായിട്ട് യാതൊരു കണക്ഷനും എനിക്ക് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഇയാൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഈ അവിടെ ഉള്ള വണ്ടികളൊക്കെ ഞാൻ എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കണേണെന്നൊക്കെ ഉള്ള കാര്യം. എൻ്റെ പാർട്ട്ണറോട് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് പോകണം. ചില സമയങ്ങളിൽ ഞാനായിട്ട് എടുത്തിരിക്കുന്ന വണ്ടികളൊക്കെയാണ്, ഞാൻ എല്ലാ വണ്ടികളൊന്നും ഞാൻ ക്യാഷ് പർച്ചേസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. മിക്കതും പാർക്ക് ആൻഡ് സെയിലൊക്കെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ എല്ലാ വണ്ടികളും ആ സമയത്ത് നമ്മളിങ്ങനെ ബിസിനസ് ഇങ്ങനെ കയറി വരുവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് പൈസ അല്ലെങ്കിൽ ലക്ഷങ്ങളൊന്നും എൻ്റെ കയ്യിൽ കെട്ടി വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടിട്ട് എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭൂരിഭാഗവും ഞാൻ പാർക്ക് ആൻഡ് സെയിൽ എടുത്ത് തുടങ്ങിയാണ് ഞാൻ അതിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അയാൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ അയാളുടെ അടുത്തൊന്നും 4 ലക്ഷം രൂപയൊന്നും കൈപ്പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയും, ഇവരെന്തോ ഞാനും ആ കസ്റ്റമറും തമ്മിൽ എന്തൊക്കെയോ കണക്ഷനായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടാണ് 4 ലക്ഷം രൂപ പറ്റിച്ചു എന്നൊക്കെ പറയണം. എൻ്റെ നിന്ന് ഞാൻ അവരുടെ 4 ലക്ഷം രൂപയൊന്നും ഞാൻ കൈപ്പറ്റിയിട്ടൊന്നുമില്ല. പൈസ എനിക്ക് 4 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല. എൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ പിന്നെ അവർ ഒരു കാര്യം ചെയ്യണം, അക്കൗണ്ടിൻ്റെ പ്രൂഫ് എനിക്ക് അയച്ചത് 4 ലക്ഷം രൂപ അവരെനിക്ക് അയച്ചെന്നാൽ ലിച്ചൂസ് കൊച്ചിക്കാരി അച്ചായത്തി എന്നിട്ടുള്ള അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ വന്നതിൻ്റെ കണക്ക് അവരെനിക്ക് വിത്ത് എവിഡൻസ് എനിക്ക് അവർ കാണിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുക ഉണ്ടാവില്ല. കാരണം ഞാൻ മേടിച്ചിട്ടില്ലല്ലോ, എനിക്ക് അറിയാനും പാടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ഷോറൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ കസ്റ്റമർ എന്നെ വിളിക്കുന്നേക്കാം. അങ്ങനെ
ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന പോലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ പോലെ കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡയറക്റ്റായിട്ട് അവിടെ പോയി അവരോട് സംസാരിക്കും, എനിക്കിപ്പോൾ അവരായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ അമ്മയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം ഞാൻ ഷൂട്ടിന് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് എന്നെ ഈ കസ്റ്റമറുടെ അമ്മ വിളിക്കുന്നത്. അപ്പോൾ ലിൻസി ഞാനാണ്, മനസ്സിലായോ എന്നൊക്കെ. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നെ പോലെ കണ്ണൂരിൽ നിന്ന് എന്നോട് ക്രിസ്റ്റ എടുത്ത കസ്റ്റമറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ചോദിച്ചാൽ എന്താണ് എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന പോലെ ഞങ്ങളവർ പറ്റിച്ചു, ചേസ് വെൽഡ് ചെയ്ത വണ്ടിയാണ് ഞങ്ങൾക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ കൊടുത്തോ, നിങ്ങളുടെ ഇതാണ്, നിങ്ങൾ കൊടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ലിൻസിനെ ഞങ്ങൾ വിളിക്കും. അപ്പോൾ ലിൻസി വരണോട്ടാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അവർ ഫോൺ കട്ട് ചെയ്ത് അങ്ങനെ അവർ പോയി. പിന്നെ അതിനെ പറ്റിയിട്ട് എൻ്റെ അടുത്തൊന്നും എന്നെ വിളിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കസ്റ്റമറെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കാണ് ഇവർ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തു കഴിഞ്ഞ് കേസ് ഇവർക്ക് ഫാമിലി അഡ്വക്കേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ എന്തോ ഒത്തുതീർപ്പായി, ഇവർക്ക് പൈസ എന്തോ കിട്ടിയെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. ബിക്കോസ് ഞാൻ വിട്ട കാര്യത്തിനെ പറ്റിയിട്ട് പിന്നെ പോയിട്ട് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അതുകൊണ്ടിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇട്ട ആൾ എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ദിവസമായിട്ട് എന്നെ ട്രോളിൽ ഇരുത്തുന്ന ആള് ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ടാണ് ആക്ച്വലി ഈ ഒരു പല ട്രോൾ വീഡിയോസും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ എനിക്ക് ട്രോൾ വീഡിയോസ് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. അതിൽ എന്തെങ്കിലും ആവട്ടെ, ബിക്കോസ് ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. ആ വണ്ടി വിറ്റ് പോയിട്ടില്ല, ഒരു കൂപ്പൺ പോലും സെയിലായിട്ടില്ല. പിന്നെ എന്തിൻ്റെ വിഷമമാണ് ഇവർ കിടന്ന് കാണിക്കണേന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്, എനിക്കറിയാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളടുത്ത് ഓപ്പണായിട്ട് പറയാം. നമ്മൾ ശരിയാണ്, ഒരാളെ നമ്മൾ ട്രോൾ ചെയ്തു, ഓക്കെ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പച്ചയ്ക്ക് പിച്ച് ചീന്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തീരെ ശരിയുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പറഞ്ഞ് കൊച്ചിക്കാരി സ്റ്റഫാണ്, MDM ആണ് എന്നുള്ള രീതി വരെ ആക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ യൂസ് ചെയ്യാത്ത ഒരു സാധനത്തിനെ വെച്ചിട്ടാണ് ഇവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത സാധനങ്ങളുടെ ഒരു പേര് വെച്ചിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് എൻ്റെ മേലിൽ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ, നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആദിവാസി ചേട്ടന അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ എല്ലാ ആൾക്കാരും കൂടെ കുറേ ആൾക്കാരൊക്കെ കൂടെ അയാളെ മർദ്ദിച്ച് അയാളെ കൊന്നൊരു കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലൈക്ക് അയാൾ എന്തിനാണ് അത് മോഷ്ടിച്ചത് എന്നുള്ളത് പോലും കേൾക്കാതെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കൊന്നത്. ഇല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കാര്യം. ആ സെയിം സിറ്റുവേഷനിലാണ് ഇപ്പം ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാണ് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് എൻ്റെ മേളിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ സ്റ്റഫാണ്, ഈ പറഞ്ഞ പോലെ MDM ആണ്, അതിൽ നിന്ന് കാറിൻ്റെ അകത്തുനിന്ന് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാൻ വെള്ളം ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പോയി അങ്ങനെ ഇങ്ങനെ. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മളാരും ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട പരിപാടി നമ്മൾ കാണിക്കാറില്ല. നമ്മളാരും ഇങ്ങനത്തെ ഒരു പരിപാടി ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ഇവർ കണ്ടു എന്നൊക്കെയാണ് ഇവർ പറയണത്. പിന്നെ എൻ്റെ മനസ്സ് അത്രയും ഞാൻ വേദനിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത് ഞാൻ പറയാം. ഈ വീഡിയോ ചെയ്തേക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ജിത്തിനോ അങ്ങനെ എന്തോട്ടെ, അവനും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ആ എക്സ് ഷോറൂമിൽ ഉണ്ടായിരുന്ന ആ ഡീലറും ഓണറും എൻ്റെ പാർട്ട്നേഴ്സും എല്ലാവരും നല്ല രീതിയിൽ കിടന്ന് അനുഭവിക്കും. അത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് അത്രയും ഞാൻ വേദനിച്ച് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അത്രയും നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ബിക്കോസ് ഈ കൊച്ചിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളാ ഇന്നും ഈ പറഞ്ഞ പോലെ MDM ആണ് അല്ലെങ്കിൽ കഞ്ചാവാണ് എന്നും പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ആയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാനെന്നൊക്കെ പറഞ്ഞു ഇവിടെ ജനിച്ച് വളർന്ന ഒരാൾക്കാരാണ്, ഇവിടെ കിട്ടാത്തൊരു സാധനങ്ങളും ഇല്ലയെന്ന് പല ആളുകളും പറഞ്ഞിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ അത് യൂസ് ചെയ്യണോ? എൻ്റെ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സിലൊന്നും അല്ല ഗൈസ്. എനിക്ക് നല്ല വണ്ടിപ്രാന്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ട്രാവൽ അഡിക്ഷൻ ഉണ്ട്. എനിക്ക് ട്രാവൽ ചെയ്യാനും വണ്ടിപ്രാന്തും, വണ്ടികൾ ഓടിക്കുക, പുതിയ വണ്ടികളെ പറ്റിയിട്ട് അറിയുക, അതിനെപ്പറ്റി പഠിക്കുക, അതൊക്കെയാണ് എൻ്റെ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും അല്ല എൻ്റെ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ
ട്രോള് ചെയ്തവനും കണക്കാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുര കത്തുമ്പോഴത്തേക്കും വാഴ വെട്ടാന്ന് പറയില്ലേ, ലൈക്ക് അങ്ങനത്തെ ഒരു മൂഡിലേക്കാണ് ഇത് ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഷോറൂമിൻ്റെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ വൻ തിരിമറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ ഫ്രോഡാണ് അവിടെ ഉള്ളവരൊക്കെ, വൻ ഫ്രോഡാണ്. ഞാൻ പറയത്തുള്ളൂ. ഒരാൾ പോലും ശരിയല്ല. അവിടുത്തെ ഒരു വണ്ടിയും നല്ലതല്ല. ഉള്ളത് ഞാൻ പറയല്ലോ, ഒരു വണ്ടിയും നല്ലതല്ല. ഒരു വണ്ടി മാത്രമല്ല ഞാൻ അവിടെ നിന്ന് സെയിലാക്കിയേക്കുന്നത്. ഞാൻ സെയിലാക്കിയേക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട്. ഞാൻ അവിടെ ആ ഷോറൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കുറേ കിഡ്സ് ബൈക്ക്, പിന്നെ ബൈക്ക്സ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. കാറ്, i20, പോളോ, പിന്നെ അതുപോലെ തന്നെ വെർണ, ഇങ്ങനത്തെ കുറേ വണ്ടികൾ ഞാൻ അവിടെ നിന്ന് ഞാൻ കച്ചവടമാക്കിയിട്ടുണ്ട്. ആകെ ആ ഒരു ഇന്നോവ ക്രിസ്റ്റ മാത്രമല്ല ഞാൻ അവിടെ നിന്ന് സെയിലാക്കിയേക്കുന്നത്. ഞാൻ വന്നതിന് ശേഷമാണ് അവിടെ കുറച്ചൊക്കെങ്കിലും കച്ചവടം ഉണ്ടായത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഒരു റിക്വസ്റ്റിൽ ഞാൻ പറയുന്നതാണ്, ഇതുവരെ ഞാൻ ഒരു കസ്റ്റമർ പോലും ഞാൻ പറ്റിച്ചിട്ടില്ല. ഇന്നും എൻ്റെ അടുത്ത് നിന്ന് വണ്ടി എടുത്ത കസ്റ്റമർ വീണ്ടും എൻ്റെ അടുത്ത് നിന്ന് വണ്ടികൾ എടുത്തവരുണ്ട്, എടുത്തുകൊണ്ട് പോയവരുണ്ട്. അപ്പം എനിക്കാരെയും പറ്റിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അത്രയും ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ അടുത്ത് നിന്ന് വീണ്ടും കസ്റ്റമേഴ്സ് വണ്ടികൾ എടുത്തുകൊണ്ട് പോകുന്നത്. അല്ലാതെ എനിക്ക് ഒരാളെ പറ്റിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ആ ഷോറൂമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയും കണ്ടിട്ടൊക്കെ പോവാം. ഞാനിത് ഇത്രയും നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത്രയും എനിക്ക് പറയേണ്ട ഒരു അവസരം ഉണ്ടാക്കിയത് അവർ തന്നെയാണ്. അതെനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂക്ക് 200ൻ്റെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ ആദ്യം എന്താണ് ഈ പറഞ്ഞ പോലെ ബൈക്കൊക്കെയാണ് ഞാൻ ആദ്യം ക്യാഷ് പർച്ചേസ് ഒക്കെ ചെയ്ത് തുടങ്ങിയത്. ആദ്യമേ തന്നെ ഞാൻ കാറൊന്നും എടുത്ത് അങ്ങനെ എന്താണ് കച്ചവടം ഞാൻ ചെയ്തില്ല. കാരണം എനിക്ക് അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത്രയും പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഫോണൊക്കെ എടുത്ത് മറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഓരോ വണ്ടികളൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് ഈ ഡ്യൂക്ക് 200 എന്ന് പറയുന്നത്. അപ്പോൾ ആ വണ്ടി ഞാൻ ക്യാഷ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു വണ്ടി എൻ്റെ കയ്യിൽ ഒരാഴ്ച ഉണ്ട്. ഞാൻ ആ വണ്ടി നോക്കാനായിട്ട് പോയ സമയത്ത് ഈ വണ്ടിക്ക് ഓയിൽസിൽ ഫ്രണ്ട് ഷോക്ക് അബ്സർബറിൽ നിന്ന് ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിലത്തെ ടയർ തീർന്നിരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ ഈ കസ്റ്റമർക്ക് ഞാൻ വണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളി വണ്ടി എടുക്കുന്നത് 2023 ഡിസംബർ 29 അങ്ങനെ തൊട്ട് 29 അങ്ങനെ തൊട്ടാണ് ഈ കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടും അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ആ വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞത്, നിങ്ങൾ വണ്ടി എടുക്കാൻ വരുന്നതിന് മുമ്പ് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെക്കാനിക്കായിട്ട് വന്ന് വണ്ടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി ഞങ്ങൾക്ക് വിശ്വാസമാണ് ചേച്ചി. ഞാൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ, നട്ടിലും ബോൾട്ടിലും ഇരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്ന് വണ്ടി നോക്കി സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രം വണ്ടി എടുത്താൽ മതി എന്നൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. വണ്ടി ഡെലിവറി കൊടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അവൻ വന്ന് സംസാരിച്ചതും കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഫിനാൻസ് ആണെങ്കിൽ പോലും ഈ പയ്യന് എന്തൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഫിനാൻസ് റെഡി ആവാനുണ്ടായിരുന്നില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണമായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടി എടുത്തതാ, എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണേ. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഞാൻ നമ്മുടെ ബൈക്ക് ബസാർ എന്നുകൊണ്ടുള്ളൊരു വീൽസ് എന്നുകൊണ്ടുള്ളൊരു ഫിനാൻസാണ് ഇവന് ചെയ്ത് കൊടുത്തത്. അത് ഇവൻ്റെ പേരിലും അല്ല എടുത്തേക്കണത്, വേറൊരാളുടെ പേരിൽ. അത് ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവൻ്റെ പേരിലല്ല, എന്നാലും കൂട്ടുകാരൻ്റെ പേരിലും അങ്ങനെ എന്തോട്ടേന്ന് തോന്നണം കേട്ടോ. ഇവൻ്റെ പേരിൽ എന്താ കിട്ടാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം അങ്ങനെ വരെ നമ്മൾ അവന് വണ്ടി എടുത്തു കൊടുത്തതാണ് നമ്മൾ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരിയിലാണ് ഈ ചെറുക്കൻ എന്നെ വിളിച്ചിട്ട്, ചേച്ചി എന്താണ് ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ ആക്സിഡൻ്റ് ആയി. ഞാൻ പറഞ്ഞു ആക്സിഡൻ്റ് ആയ വണ്ടിയൊന്നുമില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ഷോറൂമിൽ പോയിട്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കിക്കോ, ഞാൻ അതുപോലെ നോക്കിയെടുത്ത വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഒന്ന് ആലോചിക്കണേ, 2 മാസത്തിന് ശേഷമാണ് ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് എൻ്റെ അടുത്ത് പറയണം. ഇവൻ്റെ ഓടിക്കൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ഡ്യൂക്ക് 200 ഓടിക്കുന്ന പോലെയൊന്നും അല്ലായിരുന്നു ആ വണ്ടി ഇവിടെ നിന്ന് ഡെലിവറി എടുത്തുകൊണ്ട് പോയപ്പോൾ ഓടിച്ചുകൊണ്ട് പോയത്. അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ വണ്ടി ഓടിക്കുന്ന രീതി, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് ആക്ച്വലി നടന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കയ്യിൽ ആ വണ്ടി ഉണ്ടായിരുന്ന സമയത്തെടുത്തോളം ആ വണ്ടിക്ക് ഒരു രീതിയിൽ ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ആ വണ്ടി, ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ച എൻ്റെ കയ്യിൽ കൊണ്ട് നടന്നതിന് ശേഷമാണ് ഞാൻ ആ വണ്ടി ക്യാഷ് പർച്ചേസ് ചെയ്ത് ഞാൻ ആ വണ്ടി എടുക്കുന്നത് തന്നെ. അപ്പോൾ അത്രയും എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയും കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി പോയി എവിടെയെങ്കിലും ഇടിച്ചോന്ന് ഒന്നും എനിക്കറിയാൻ പാടില്ല ഗൈസ്. എന്താണ് ആ വണ്ടിക്ക് പിന്നെ പറ്റിയേക്കണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഹെഡിന് എന്തോ ബെൻഡ് ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനത് വണ്ടി കൊണ്ട് നടന്ന സമയത്ത് എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അത് തീർത്തിട്ടേ ഞാൻ ആ വണ്ടി കൊടുക്കത്തുള്ളൂ. എന്തായാലും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇത്
2 മാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നത്. പിന്നെ ഫിനാൻസിൻ്റെ അത് ക്ലിയർ അല്ല, ഫിനാൻസ് ശരിയല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. കാരണം ഇവന് എങ്ങനെയെങ്കിലും ബൈക്ക് എടുക്കണമെന്ന് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ആ വണ്ടി ആ ഫിനാൻസറോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അവനെ എടുത്ത് കൊടുക്കുക, അവൻ അത്ര ആഗ്രഹിച്ചിരിക്കണേണ് എന്നൊക്കെ പറഞ്ഞിട്ട് 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെന്തോട്ടാണ് അവൻ വണ്ടി എടുക്കുന്നത് തന്നെ. അപ്പോൾ ഇതാണ് ഈ ഡ്യൂക്കിൻ്റെ ആ ഒരു സംഭവം. ഞാൻ അവനെ പറ്റിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവൻ വന്നിപ്പോൾ അവനും കുറേ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഞാൻ അവരെ പറ്റിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഞാൻ എന്ത് പറ്റിച്ചത്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അവനെ പറ്റിച്ചിട്ടുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട്, അതുപോലത്തെ വണ്ടി തന്നെയാണ് ഞാൻ അവന് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വണ്ടിയുടെ ഓണർ താമസിക്കുന്നത്. ഈ പുള്ളി ആ ചേട്ടൻ്റെ മോൻ അബ്രോഡ് പോകണോണ്ടിട്ട് ഒരൊറ്റ കേസ് കൊണ്ട് മാത്രമാണ് ആ വണ്ടി കൊടുത്തത്. അല്ലെങ്കിൽ ആ വണ്ടി കൊടുക്കില്ല എന്നും എൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ പോയ സമയത്ത് ആ പുള്ളി ഈ ഡ്യൂക്കിൻ്റെ എക്സ് ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നൊരു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഈ ഷോറൂമിൽ നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അവിടെ എനിക്ക് അത്രയും എനിക്ക് അവരുടെ കൂടെ എനിക്ക് ഒന്നിച്ച് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ടെറിഞ്ഞ് ഞാൻ പോകുന്നതാണ്. കാരണം എന്നോട് എഗ്രിമെൻ്റ് എഴുതാൻ വരെ എൻ്റെ പാർട്ണർ എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചു തന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് അത് സംസാരിച്ചപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് ഇപ്പോൾ ഒന്ന് എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് നല്ല പ്രശ്നങ്ങളിലേക്കാകും എന്നുള്ളതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ എഗ്രിമെൻ്റ് നല്ല രീതിയിൽ ഞാൻ ഇട്ട് വലിപ്പിച്ച്. എഗ്രിമെൻ്റ് എഴുതിയില്ല, ഞാൻ എഴുതിയിട്ടേ ഇല്ല. ഞാനതിട്ട് വലിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. കാരണം ഇതെവിടം വരെ പോകും, എന്താണ് ഇയാളെന്നൊക്കെ അറിയാൻ ഞാൻ ചുമ്മാ പോയിട്ടൊരു എഗ്രിമെൻ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അപ്പോൾ ഇയാൾ എഗ്രിമെൻ്റ് എഴുതാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എന്നെക്കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ എനിക്ക് കോമ്പൻസേഷൻ എനിക്ക് തരണം. ഇനിയിപ്പോൾ ഞാനായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ 5 ലക്ഷം രൂപ തന്നെ ഞാൻ നിങ്ങൾക്ക് കോമ്പൻസേഷൻ തരാമെന്നും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് എനിക്ക് തോന്നിയായിരുന്നു.